ഹലോ ഫ്രണ്ട്സ്, ഇനി കറി വെക്കാനുള്ള മീൻ പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ വന്നത്. സന്ധ്യ ടൈമാണ്. ഒന്ന് വല അയച്ചു നോക്കട്ടെ, ഒന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ നാളെ രാവിലെ കറിക്കുള്ളതാവും. കൊക്കുകളി കൂട്ടത്തോടെ കൂടാണ് ഞാൻ പോകുന്നത് സന്ധ്യ ടൈം. ഓൾറെഡി ഒരു വല അയച്ചു കഴിഞ്ഞ്, അപ്പുറം ഒന്നും കൂടി ചായക്കണം. ടോട്ടൽ 3 വലയാണെന്നുള്ളത്, 3 ചെറിയ വല, 20 മീറ്റർ 10 മീറ്ററുള്ള. വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇപ്പം കിട്ടൽ കുറവാണ്. ചായച്ച നാളെ രാവിലെ ഒന്ന് വല എടുക്കാൻ. വല ചായച്ച ഒന്ന് വല എടുക്കുന്ന വീഡിയോ നാളെ രാവിലെ കാണാം. നേരം വെളുത്തിട്ട് നേരം വെളുത്ത് രാവിലെ ഒരു 6:10 ആയിട്ടുണ്ട്. വല എടുക്കാൻ വന്നിട്ട് വല അനക്കെല്ലാം കാണുന്നുണ്ട്. എന്തോ ഉണ്ട് സംഭവം. ഉണ്ട്, 2 പ്രാച്ചി ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു. ഒരു കടുവ പടക്കുന്ന കടുവ. വല എടുക്കട്ടെ, വല എടുത്തിട്ട് ബാക്കി കാണാം. മൂന്ന് വല എടുത്ത് കഴിഞ്ഞ് അത്യാവശ്യത്തെ മീൻ കിട്ടീന്. നേരത്തെ കണ്ട പ്രാച്ചിയും കടുപോയതാ. പിന്നെ ചെറിയ വണ്ണി വലക്കത്ത് നാക്കോപ്പാന്ന് അറിയപ്പെടുന്ന മീൻ കുറച്ചുണ്ട്. ഒരു വാഗൻ്റെ കുട്ടിയുണ്ട്. മൂന്നാമത്തെ വലക്കത്ത് അത്യാവശ്യം മീനുണ്ട്. വള്ളെടുക്ക, പൂളാനി, കടുങ്ങാലി, പുല്ലെന്നറിയപ്പെടുന്നത്. ഒരു ആരിലുണ്ട്, ഒരു പെടലിൻ്റെ കുട്ടിയുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ, കട്ട് ചെയ്ത് കുക്ക് ചെയ്യൽ. ഈ മീനിന് നമ്മളിവിടെ നാക്കോപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റുള്ളവർക്ക് നന്ദനാന്നൊന്നും പറയില്ല. കുട്ടനാട്, ആലപ്പുഴ അങ്ങോട്ടല്ല. ഇതിന് നമ്മളെ കരിമീൻ, പ്രാച്ചി, ഇവിടെ പ്രാച്ചി എന്ന് പറയില്ല, മറ്റുള്ള കരിമീൻ. നമ്മളിവിടെ കടുവ എന്ന പേരിൽ അറിയപ്പെടുന്നു. കുട്ടനാട്, ആലപ്പുഴ എല്ലാം വറ്റാന്ന്, ആണെന്തോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് വലയിൽ നിന്ന് എടുക്കുമ്പോൾ കക്കാന്ന് കരിയും. അതിന് നമ്മൾ കടുവ എന്ന് പറയുന്നത്. ഇത് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്, കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇത് തൊലി പൊളിക്കണം. പക്ഷേ ഇതിൻ്റെ തൊലി പൊളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കഴിച്ചിട്ട് വായിൽ വെക്കാൻ കൊള്ളില്ല. തൊലി പൊളിക്കൽ കുറച്ച് റിസ്ക്കുള്ള പണിയായതില്ല. അതുപോലെ തന്നെ കരിമീൻ്റെ തൊലി പൊളിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഉപ്പും മുളകെല്ലാം പൊടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് തൊലി പൊളിച്ച് കഴിഞ്ഞാൽ. കുറച്ച് പണിയാണ് തൊലി പൊളിക്കാൻ, എന്നാലും നല്ല ടേസ്റ്റാണ് പൊളിച്ചാൽ. ഇത് മയിൽവാഗൻ്റെ കുട്ടിയാണ്. നല്ല ഇതിൻ്റെ ഇറച്ചിക്ക് നല്ല ഉറപ്പാണ്. ഫ്രൈ ചെയ്താൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീൻ തന്നെ. ഇത് കുട്ടിയായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്താൽ. ഇനി ഇതിൻ്റെ മസാലയെല്ലാം ശരിയാക്കി കറി വെക്കുന്ന കറിയും വെച്ച് ഫ്രൈ ചെയ്യുന്ന ഫ്രൈയും ചെയ്യാം. കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുത്ത് നല്ല പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് തലവത്തിലും കറിയും വെച്ച് വാഗൻ്റെ കുട്ടീൻ്റെ തല നല്ല ടേസ്റ്റ് ചെയ്തല്ലോ. അതിന് ഉച്ചക്കത്തെ ചോറും ഒക്കെ ആയി. ചോറ് കഴിക്കാൻ തുടങ്ങി. ഒന്നിച്ചൊരാളും കൂടി ഉണ്ട്, പൂച്ച മുള്ളിനും വേണ്ടി കാത്തിക്കാൻ തുടങ്ങി. വരും കിടക്കലും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ.